ഹലോ, ഞങ്ങളും ഒരു ബാലേ ട്രൂപ്പ് തുടങ്ങുന്നുണ്ടേ. ഒന്ന് ബുക്ക് ചെയ്യണമായിരുന്നു. എത്രയാണാവോ റേറ്റ്? ചേച്ചിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അനിയത്തി ആയാലും മതി. ചേച്ചിക്ക് ഭയങ്കര തിരക്കല്ലേ. നിന്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഉണ്ടല്ലോ, അവരെ കൊണ്ട് കളിപ്പിക്ക് നിന്റെ ബാലയില്. പീഡികത്തിനെയും വഴിവൊക്കെ നിരങ്ങി നടക്കണ നിന്റെയൊക്കെ പെങ്ങന്മാരാ ഗതിയില്ലാണ്ട് വല്ലവന്റെ കൂടെ ഒളിച്ചോടുന്നതും വേണ്ടതിന് ചെയ്യണതും. ഇനി വല്ല അനാവശ്യം പറഞ്ഞാല് അടിച്ച് നിന്റെ കണപ്പല് തെറിപ്പിക്കും, പറഞ്ഞേക്കാം. ഇവിടെ ആരുമില്ലേ? എന്തായി? മുഹൂർത്തം കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? മുഹൂർത്തം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ. എന്താ ഇനി എന്തുണ്ടാവാൻ? കണ്ണോത്ത് രാമനാഥന്റെ ബംഗ്ലാവിലെ അന്തി ഉറങ്ങിയ പെണ്ണിനെ ഇനി അവർക്ക് വേണ്ടാന്ന്. എല്ലാം ചെയ്തു വെച്ചിട്ട് എന്തിനാ ഈശ്വരനെ വിളിക്കുന്നത്? അങ്ങേരെ അവിടെ വെറുതെ ഇരുന്നോട്ടെ, അവരെന്നെ തല്ലി കൊന്നില്ലെന്നേ ഉള്ളൂ. എവിടെ പരിപാടിക്ക് പോയാലും അയാളുടെ ഗുണ്ടകൾ വന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ ബാഹുലയൻ ഇറങ്ങി ഓടിയപ്പോ സ്റ്റേജിൽ തട്ടി വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങനെയായാൽ ഞങ്ങൾക്ക് ഇനി പ്രോഗ്രാമിന് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവന വലുത്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതെ, അതറിയാം. എല്ലാറ്റിനും പിന്നിൽ അയാളാ. ആര്? കണ്ണോത്ത് വിഷ്ണുനാരായണൻ നമ്പൂരുടെ ഇളയ സന്തതി ആ രാമനാഥൻ. കുട്ടി എനിക്കൊരു ഉപകാരം ചെയ്യണം. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് അയാളോടൊന്ന് പറയണം. പകരം കുട്ടിയെ ഞാൻ ട്രൂപ്പിൽ തിരിച്ചെടുത്തോളാം. ആരുടെയും ഭീഷണിക്ക് വഴങ്ങി മാഷിന്റെ ട്രൂപ്പിൽ തിരിച്ചെടുക്കണ്ട. അല്ലെങ്കിൽ തന്നെ രാമനാഥൻ എന്ന വ്യക്തിയുമായി എനിക്ക് യാതൊരു ബന്ധമോ അടുപ്പമോ ഇല്ല. അത് പറയരുത്. അദ്ദേഹം കൂടെ കൂടെ ഇവിടെ വരാറുണ്ടെന്നാണല്ലോ കേട്ടത്. കേട്ടതൊക്കെ കണ്ണു അടിച്ച് വിശ്വസിക്കുന്നതാ മാഷിന്റെ കുഴപ്പം. ആകെ 2 തവണ അയാൾ ഇവിടെ വന്നിരുന്നു. മാസ്റ്റർ ട്രൂപ്പിലെ നായകൻ ഉദയൻ എന്നെ ബാലയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോയതിന്റെ അടുത്ത ദിവസം എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിടാൻ. അന്ന് എന്താ നടന്നെന്ന് അറിയാനുള്ള ക്ഷമയും സാവകാശം പോലും മാഷിനുണ്ടായില്ലല്ലോ. കുട്ടി എന്നോട് ക്ഷമിക്കണം. എല്ലാം ഞാൻ മനസ്സിലാക്കിയപ്പോ വൈകിപ്പോയി. മൊല്ലാക്ക വന്ന് ഉദയനെ ശരിക്കും പെരുമാറി. മാത്രമല്ല അവൻ ഒടുവിൽ എന്നോട് തെറ്റേറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കുകയും ചെയ്തു. കുട്ടിക്ക് ഇനി അവനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. കുട്ടി നാളെ തന്നെ ട്രൂപ്പിൽ ചേർന്നോളൂ. വേണ്ട, മാഷിന്റെ ഔദാര്യത്തിന് നന്ദി. ഇനി ഞാൻ ഒരിടത്തേക്കും ഇല്ല. രാമനാഥൻ എന്ന ആളോട് മാഷ ഉപദ്രവിക്കരുതെന്ന് പറയല്ലേ വേണ്ടു. ആവാം. പകരം മാഷിന്റെ ട്രൂപ്പിൽ എടുക്കൊന്നും വേണ്ട. വളരെ ഉപകാരം. എന്നാ ഞാൻ ഇറങ്ങട്ടെ.